ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ മരിച്ചവരിൽ ഒരു കർണാടക സ്വദേശിയും ഉൾപ്പെടുന്നതായി വിവരമുണ്ട്. ശിവമോഗ സ്വദേശി മഞ്ജുനാഥ റാവു ആണ് മരിച്ചത്. ഭാര്യ പല്ലവിയും കുടുംബവും സുരക്ഷിതരാണെന്ന് വിവരം കിട്ടിയതായി സർക്കാർ അറിയിക്കുകയും ചെയ്തു. സംസ്ഥാനത്ത് നിന്ന് ഉടൻ ഉദ്യോഗസ്ഥ സംഘത്തെ അയക്കും എന്നാണ് കർണാടക സർക്കാർ പറഞ്ഞിരിക്കുന്നത്. ഭീകരാക്രമണത്തിൽ തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നിവിടങ്ങളിലെ വിനോദസഞ്ചാരികളാണ് കൊല്ലപ്പെട്ടത്. അക്രമികൾ ഹിന്ദുക്കളെ ലക്ഷ്യമിടുന്നതായി തോന്നിയതായി പല്ലവി പറഞ്ഞു. 3-4 പേർ ഞങ്ങളെ ആക്രമിച്ചു. എന്റെ ഭർത്താവിനെ നിങ്ങൾ കൊന്നില്ലേ, എന്നെയും കൊല്ലൂ എന്ന് ഞാൻ അവരോട് പറഞ്ഞു. നിന്നെ കൊല്ലില്ല, പോയി മോദിയോട് പറയൂ എന്നാണ് അവരിൽ ഒരാൾ മറുപടി നൽകിയത്. ഇതൊരു ദുസ്വപ്നം പോലെയാണ് ഇപ്പോഴും തോന്നുന്നത്. പ്രദേശവാസികളായ 3 പേരാണ് തങ്ങളെ രക്ഷിച്ചത്, പല്ലവി പറഞ്ഞു. എന്തായാലും ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്കു നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ 26 പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് വിവരം. എന്തായാലും മരണസംഖ്യ സംബന്ധിച്ച് ഇതുവരെ ഒരു ഔദ്യോഗിക കണക്കുകൾ സർക്കാർ പുറത്തുവിട്ടിട്ടില്ല. മരണസംഖ്യ എന്തായാലും 20-ൽ കൂടുതലാകാമെന്ന് ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് PTI റിപ്പോർട്ട് ചെയ്തിരുന്നു. നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ജമ്മുകാശ്മീരിൽ 2019 ശേഷം നടക്കുന്ന ഏറ്റവും വലിയ ഭീകരാക്രമണമാണ് പഹൽഗാമിൽ നടന്നത്. ജമ്മുകാശ്മീരിലെ പഹൽഗാമിലുള്ള ബൈസാറനിലാണ് ഭീകരാക്രമണമുണ്ടായത്. വിനോദസഞ്ചാരികൾക്ക് നേരെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നുവെന്നാണ് പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരം. ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പാക് ഭീകര സംഘടനയായ ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് രംഗത്ത് വരികയും ചെയ്തു. ലഷ്കർ-ഇ-തോയ്ബ അനുകൂല സംഘടനയാണ് TRF. 2023 ജനുവരിയിൽ ആഭ്യന്തര മന്ത്രാലയം TRFിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിരുന്നു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2:30ഓടെയാണ് ഭീകരർ വിനോദസഞ്ചാരികൾക്ക് നേരെ വെടിയുതിർക്കുന്നത്. ഭീകരാക്രമണത്തിന് പിന്നാലെ പ്രദേശം സുരക്ഷാ സേന വളഞ്ഞിട്ടുണ്ട്. ഭീകരർ രക്ഷപ്പെടുന്നത് തടയാൻ സൈന്യം ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോവുകയാണ്. 26 പേർ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോഴും ഇനിയും മരണസംഖ്യ ഉയർന്നേക്കാം എന്ന വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട്. അതേസമയം ഔദ്യോഗികമായ കണക്കുകൾ ഇതുവരെ പുറത്തുവിടാൻ സർക്കാർ തയ്യാറായിട്ടില്ല. മരണസംഖ്യ ഉയർന്നേക്കാം. നിരവധി ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരെല്ലാം ഇപ്പോൾ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ്. നിരവധി പേരുടെ അവസ്ഥ ഗുരുതരമായി തന്നെ തുടരുകയാണ്. ജമ്മുകാശ്മീരിൽ 2019 ശേഷം നടക്കുന്ന ഏറ്റവും വലിയ ഭീകരാക്രമണമാണ് പഹൽഗാമിലുണ്ടായത്. അക്രമികൾ പലതവണ നിറയൊഴിക്കുകയായിരുന്നു. ഗുജറാത്ത്, കർണാടക, മഹാരാഷ്ട്ര, തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് ആക്രമിക്കപ്പെട്ടത്. 7-അംഗ സംഘമാണ് ആക്രമണം നടത്തിയതെന്നാണ് രക്ഷപ്പെട്ടവർ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സംഭവത്തിൽ മലയാളികളും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു വരികയാണ്. അവിടേക്ക് വിനോദയാത്ര പോയ ആരെങ്കിലും മലയാളികൾ ആയവരുണ്ടോ എന്ന് ഇപ്പോൾ സംസ്ഥാന സർക്കാരും അന്വേഷിച്ചു വരുന്നുണ്ട്. നിരവധി വിനോദസഞ്ചാരികൾ പലയിടത്തും ഇത്തരത്തിൽ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ്. അതിന് പിന്നാലെയാണ് കർണാടകയിൽ നിന്ന് ഒരാൾ മരിച്ചു എന്ന വാർത്തയും പുറത്തു വന്നത്. തൊട്ടു പിന്നാലെ തന്നെ മറ്റൊരു കർണാടക സ്വദേശിയും മരിച്ചു എന്ന വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ പേര് വിവരങ്ങൾ ലഭ്യമല്ല.